ബിഗ് ബോസ് വീട്ടിൽ വലിയ കോമഡികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് ടാസ്ക് ചെയ്യുവാൻ വേണ്ടി ജിസൈലിനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പറഞ്ഞു വിടുന്നു. ഒരു വിധത്തിൽ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ജിസൈൽ മടങ്ങി വരികയാണ്. ജിസൈൽ തിരികെ വരുമ്പോഴേക്കും വീട്ടുകാരെല്ലാവരും അമ്പരപ്പോടെ എഴുന്നേറ്റ് ജിസൈലിനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് മാത്രം ഒരു കുലുക്കവുമില്ല. അമ്മ അങ്ങോട്ട് നോക്കുന്നുമില്ല. പിന്നെ അമ്മ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ജിസൈൽ അമ്മ എടുക്കലേക്ക് വന്നിട്ട് അമ്മയെ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അമ്മ എഴുന്നേറ്റ് പോകാൻ തന്നെ കൂട്ടാക്കുന്നില്ല. ജിസൈലിന് ആകെ കൂടി പന്തികേടാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ നിന്നുകൊണ്ട് ജിസൈൽ പുറത്തേക്ക് വിളിച്ചു പറയുന്നുണ്ട് അമ്മയോട്, അമ്മ അവിടെ നിന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്ന്. ആര്യനോട് വഴക്കുണ്ടാക്കരുതെന്നായിരിക്കും താൻ ഉദ്ദേശിച്ചത്. വേറെ ആരോട് അവരവിടെ വഴക്കുണ്ടാക്കാനാണ്? തിരികെ വന്നിട്ട് ജിസൈൽ വിളിച്ചുകൊണ്ട് പോവുകയാണ് അമ്മ. പോകുന്ന വഴിക്ക് തന്നെ അമ്മ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു കൊടുത്തു. നിന്റെ കളി ശരിയല്ല, അവൻ നിന്റെ തുണി അലക്കി തരുന്നു, സകല കാര്യങ്ങളും അവനാ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തൊക്കെ വലിയ ചർച്ച നടക്കുകയാണ്. ഉടനെ ജിസൈൽ പറയുന്നുണ്ട്, അമ്മ അതൊന്നും സംസാരിക്കണ്ട, ഇവിടെ ഇതെല്ലാം ബിഗ് ബോസ് പുറത്ത് കാണിക്കും, അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആര്യനെ അമ്മ എന്താണ് മൈൻഡ് ചെയ്യാതിരുന്നത്? അമ്മയുടെ കാല് പിടിക്കാൻ അവൻ വന്നില്ലേ? അപ്പോൾ തള്ള പറയുകയാണ്, അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന്. ശ്രദ്ധിക്കാഞ്ഞതൊന്നുമല്ല, അവിടെയുള്ള എല്ലാ ആൾക്കാരെയും പുള്ളിക്കാരി ഹഗ് ചെയ്തു, എല്ലാവരോടും ചിരിച്ച് കാര്യം പറയുന്നുണ്ടായിരുന്നു. ആര്യനെ മാത്രം അവർ മൈൻഡ് ചെയ്തില്ല. പിന്നെ ജിസൈൽ കണ്ണുരുട്ടി പേടിപ്പിച്ചത് കൊണ്ട് മാത്രം കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് വന്നിട്ട് ആര്യനെ ജസ്റ്റ് ഒന്ന് ഹായ് പറയുകയും കൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെ രസകരമായ ചില കാര്യങ്ങളുണ്ട്. സാധാരണ ഇത്രയും ദിവസങ്ങളൊക്കെ കാണാതിരുന്ന അമ്മ, അച്ഛൻ, സഹോദരങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് വന്നു കയറുന്ന സമയത്ത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് കണ്ണു നിറയും. അവർ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും, പിന്നെ കുശലാന്വേഷണങ്ങൾ നടത്തും. ജിസൈലിന് സത്യത്തിൽ ഇതൊന്നുമില്ല കേട്ടോ. അമ്മയോട് അങ്ങ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ത് കൊണ്ടുവന്നു? എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ എവിടെ? എനിക്ക് എന്താണ് ഒന്നും കൊടുത്തു വിടാതിരിക്കുന്നത്? എനിക്ക് തുണിയില്ല, മേക്കപ്പ് ഐറ്റംസ് ഇല്ല, എന്താ അമ്മ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയോട് അങ്ങ് തട്ടിക്കയറുകയാണ്. സാധാരണ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളൊക്കെ വരുമ്പോൾ സുഖമാണോ, ഹെൽത്തൊക്കെ ഓക്കെ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കില്ലേ? വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കില്ലേ? ഇതൊന്നും ജിസൈലിന് ചോദിക്കാനേ ഇല്ല. നാടിനെ കുറിച്ചോ വീടിനെ കുറിച്ചോ പോട്ടെ, ഈ അടുത്ത സമയത്ത് ജിസൈലിന്റെ അമ്മയുടെ അനിയത്തി മരിച്ചുപോയി, അവരെക്കുറിച്ച് പോലും ഒരു വാക്ക്, ആ മരണം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഇതൊന്നും ചർച്ച ചെയ്യുന്നതേ ഇല്ല. ജിസൈലിന് അങ്ങോട്ട് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, എവിടെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്? പെർഫ്യൂം തീർന്നു, എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഇല്ല, ഞാൻ ആകെപ്പാടെ കോലം കെട്ടിരിക്കുകയാണ്, എന്താണ് അത് കൊടുത്തു വിടാത്തത്, ഇത് കൊടുത്തു വിടാത്തത്? ഇത് മാത്രം പറഞ്ഞ് ആ തള്ളയെ പൊറുതി മുട്ടിക്കുകയാണ്. ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഭവം ഏറ്റവും അധികം വൈറലാക്കിയത് ആര്യനും ജിസൈലും കൂടിയാണ്. ആർക്കാണ് ഹ്യൂമാനിറ്റി ഉള്ളത്? ആര്യനല്ല, ജിസൈലിനാണ് ഹ്യൂമാനിറ്റി ഉള്ളത്. പക്ഷെ സ്വന്തം അമ്മയെ കണ്ടിട്ട് ആ ഹ്യൂമാനിറ്റി ഒന്നുമില്ല, എൻ്റെ മേക്കപ്പ് ഐറ്റംസ് മാത്രമാണ്, അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ വറി ആയിക്കൊണ്ടിരിക്കുന്നത്, എവിടെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്? അത് വിട്ടിട്ടൊരു കളിയില്ല. അമ്മ ചത്തെന്ന് പറഞ്ഞാലും എനിക്ക് സുന്ദരിയായി ഒരുങ്ങി നടക്കണം. ആ തള്ള സംസാരിക്കാൻ വരുമ്പോഴേക്കും വിലക്കുന്നുണ്ട്. എങ്കിലും പറയേണ്ട കാര്യങ്ങൾ കൃത്യം ഇടവേളകളിൽ അവർ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ജിസൈൽ അമ്മയും കൊണ്ട് ബെഡ്റൂമിലേക്ക് വരികയാണ്. ആ ബെഡ് കിടക്കുന്നത് കണ്ടപ്പോഴേ പുള്ളിക്കാരി തുറന്നങ്ങടിച്ച്, എന്ത് കിടപ്പാണ് ഈ കിടക്കുന്നത്? ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും അവരവരുടെ വസ്ത്രങ്ങളെല്ലാം അടുക്കി വെക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട്. പക്ഷേ നിന്റെ കിടക്കയുടെ കീഴിലുള്ള ഈ ഡ്രോയർ അടച്ചിടാൻ പറ്റില്ലേ? ഇത് എപ്പോഴും തുറന്നു കിടക്കും, ഇതിങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പല ആമ്പിള്ളാരും ഇതിനകത്ത് ഒന്ന് പൗഡറൊക്കെ എടുത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? അപ്പോൾ ജിസൈൽ ആരെടുത്തിട്ടെന്നാണ്? നെവിനായിരിക്കും ചിലപ്പോൾ എടുത്തിട്ടത്. നെവിനൊന്നുമല്ല. അമ്മ എന്താ നെവിനെ ഫേവർ ചെയ്യാൻ വന്നതാണോ? ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്, ഇല്ലാത്തത് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നെവിൻ എടുത്തിട്ടില്ല, പിന്നെ ആരാണ്? അത് അമ്മ പറഞ്ഞിട്ടില്ല. അത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ശരിക്കും അമ്മയുടെ സംസാരം ഒട്ടും തന്നെ ജിസൈലിന് പിടിക്കുന്നില്ല. ജിസൈൽ ക്ഷമ കെട്ടിട്ട് ചോദിക്കുകയാണ്, മമ്മിയുടെ ബിഗ് ബോസ് കളിക്കാൻ വന്നതാണോ? അപ്പോൾ മമ്മി, ഇവള് വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, വീട്ടിൽ സെർവൻസ് ഉണ്ട്, അവക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവൾ അവളുടെ തുണികളെല്ലാം ഇതുപോലെ വാരി വലിച്ച് അലങ്കോലമാക്കും, മേക്കപ്പ് ചെയ്തിട്ട് മേക്കപ്പ് സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം വാരി വലിച്ചിട്ടിട്ട് പോകും, പിന്നീട് ഞാനും സെർവൻസും കൂടിയാണ് അതെല്ലാം എടുത്ത് പഴയ രീതിയിലാക്കി വെക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഈ സംസാരമെല്ലാം തൊട്ടടുത്ത ബെഡിൽ ഇരുന്നു കൊണ്ട് ആദിലയും നൂറയും കൂടി കേട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ജിസൈലിന് വല്ലാത്തൊരു ജാള്യതയുണ്ട്. മമ്മി വന്നേ, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകാനിരിക്കുന്നു. ആദിലയും നൂറയും കൂടി മമ്മിയുടെ കയ്യിൽ പിടിച്ചിട്ട്, മമ്മി പോകണ്ട, മമ്മി ഇവിടെ ഇരുന്ന് പറയാനുള്ളത് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ജിസൈൽ വിഷയം മാറ്റി വിടുകയാണ്. മമ്മി കുറെ മെസ്സേജ് അയക്കണം കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറെ മെസ്സേജ് അയച്ചിട്ട് അവരോടൊക്കെ പറയണം ഈ മെസ്സേജ് എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുവാനും എന്നെ സപ്പോർട്ട് ചെയ്യുവാനും. അപ്പോൾ മമ്മി പറയുകയാണ്, എടി ഞാനത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് ആരും ഇത് പറയേണ്ട ആവശ്യമില്ല, അവർ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്തോളും, അല്ലാതെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജിസേൽ, എൻ്റെ മമ്മി ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറെ പാടാണ്, ഒത്തിരി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ജിസൈലിന് തന്റെ മമ്മിയെ കണ്ടതിലുള്ള സന്തോഷമല്ല, ഇത്രയും ദിവസം ഏകദേശം 2 മാസത്തോളം മമ്മിയെ വേർപിരിഞ്ഞു നിന്നു. ഇത്രയും പ്രഷറുള്ള ഒരു അന്തരീക്ഷത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ അമ്മ അവിടേക്ക് വരുമ്പോൾ അമ്മയെ കാണുന്നതിലുള്ള സന്തോഷം അതൊന്നും ജിസൈലിന്റെ മുഖത്തില്ല. ജിസൈൽ അമ്മയെ കണ്ടിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നില്ല. ആ വീട്ടിലുള്ള മറ്റെല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ, ഉറ്റവരെയും ഉടയവരെയും കണ്ടപ്പോൾ കണ്ണു നിറയുന്നു, ആഹ്ലാദമുണ്ടാകുന്നു, അവർക്കൊപ്പം മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ജിസൈലിന് മാത്രം അങ്ങനെയൊന്നുമില്ല. ജിസൈൽ തള്ളയുമായിട്ട് വന്നപ്പോൾ മുതൽ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും തള്ള സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് പാരയായി പോകും എന്നുള്ള ചിന്തയുണ്ട്. അവർ പറയുന്നത് മുഴുവനും ജിസൈലിന്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഔട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഭയമുണ്ട്. അങ്ങനെ ഔട്ട് പോയാൽ എൻ്റെ സപ്പോർട്ട് കുറയും എന്നുള്ള ഭയമുണ്ട്. പക്ഷേ അറിയേണ്ടതൊക്കെ അമ്മ ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടി എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ജിസൈലിന്റെ അമ്മ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ജിസൈൽ 100% ഞാൻ പറയാം, ഫേക്കാണ്, അട്ടർ ഫേക്കാണ്. നെഗറ്റീവ് സൈഡുകളെല്ലാം മാക്സിമം മറച്ചു വെച്ച് പുറമെ ഇങ്ങനെ പോളിഷ് ചെയ്ത് ഫേക്ക് ഹ്യൂമാനിറ്റിയും കാണിച്ച് അങ്ങനെ മുൻപോട്ട് ഓരോ ദിവസവും പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ട് ഓട്ടും വാങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസനകളെ, തിരുത്തലുകളെ എല്ലാം അവർക്ക് വെറുപ്പാണ്. ബിഗ് ബോസ് അവരെ ഏതെങ്കിലും തരത്തിൽ തിരുത്താൻ ശ്രമിച്ചാൽ ബിഗ് ബോസിനോട് ഒരു വാക്കിലെങ്കിലും അവർ ചൂടാകും, അതിന്റെ വിയോജി പറയിക്കും. ആ വീട്ടിൽ ആരെങ്കിലും ജിസൈലിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അപ്പോൾ ജിസൈലിന്റെ മുഖം വാടും. അവിടെ ആരെങ്കിലും ജിസൈലിനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്താൽ അവിടെ എല്ലാം പ്രശ്നമാണ്. അതിനെല്ലാം എതിരെ ശക്തമായിട്ട് അവർ പ്രതികരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യം സ്തുതിപാഠകരെയാണ്. ചുറ്റിലും ഇരുന്നു കൊണ്ട് അവരെ പോളിഷ് ചെയ്ത് വർത്തമാനം പറയുന്നവരെ മാത്രമാണ് അവരിഷ്ടപ്പെടുന്നത്. ഇപ്പോൾ അമ്മ വന്നപ്പോൾ അവർ അത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ അവൾ അവിടെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് അവളുടെ അമ്മ അവളുടെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞു. പോട്ടെ, അല്പമെങ്കിലും ബോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറാൻ വേണ്ടിയാണ് പറയുന്നത്. പുറം ലോകത്ത് എനിക്ക് മോശം ഇമേജ് ഉണ്ട്. പല വ്യക്തികളും മോശമായിട്ടാണ് എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിൻ്റെ ഹിന്റുകളാണ് അമ്മ തരുന്നത്. അങ്ങനെയെങ്കിലും മിണ്ടാതിരുന്ന് കേട്ടിട്ട് വരുന്ന ദിവസങ്ങളിലൊന്ന് തിരുത്താൻ തയ്യാറാകും. അത്രയ്ക്കുള്ള ബോധം ഇല്ലെന്നേ. അവർക്ക് ആകെപ്പാടെയുള്ള ബോധം മേക്കപ്പ് മാത്രമാണ്. അവർക്ക് അവരെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്താഗതി. ചുറ്റുപാടുകളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ ഇങ്ങനെയൊന്നും യാതൊരു തരത്തിലുള്ള ബോധവുമുള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ കാണുന്ന സാഹചര്യത്തിനനുസരിച്ച് മുൻപോട്ട് അങ്ങ് പോവുക. തള്ള ആദ്യം വന്നു കയറിയപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ കപ്പ് മേടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നീ കയറി വന്നതാണ്. പക്ഷേ ആ പോക്കല്ലല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യനെ കുറിച്ച് വളരെ കൃത്യമായി സംസാരിക്കാൻ തന്നെയായിരുന്നു വന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ അമ്മയുടെ വായടച്ചു മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ തള്ള പിന്നെ ആര്യനെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല. എന്തായാലും ഈ ഫാമിലി വീക്ക് കൂടി വന്നതോടുകൂടി ജിസൈലിന്റെ ക്യാരക്ടർ പൂർണ്ണമായിട്ടും റിവീൽ ആയിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.